ഗേൾസ് അങ്ങനെ നമ്മുടെ CUT എക്സാം ഡേറ്റ് എന്നാ സാറേ CUT എക്സാം ഡേറ്റ് എന്നാ എക്സാം ഡേറ്റ് എന്ന് പലരും ചോദിക്കാറുണ്ട്. എക്സാം ഞാൻ പറഞ്ഞ അതേ ഡേറ്റിന് വലിയ വ്യത്യാസം. ഡേറ്റ് ഇൻ ദ സെൻസ് അതേ മാസമാണ് എക്സാം നടക്കാൻ വേണ്ടി പോകുന്നത്. പിന്നെ എവിടെ മെയ് മാസം മന്ത് ഓഫ് മെയ് 2026 2026 മെയ് മാസമാണ് പരീക്ഷ നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിന് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉടനെ നിങ്ങളുടെ ക്രിസ്മസ് എക്സാം ഒക്കെ കഴിയാൻ കാത്ത് നിൽക്കണോ വേണ്ടെന്ന് ഇറ്റ്സ് എ ഡൗട്ടാണ്. അതിന് മുന്നേ ചിലവ് വരും, അല്ലെങ്കിൽ എന്തായാലും നമ്മൾ അപ്ഡേഷൻ നമ്മൾ തരും, ഡോണ്ട് വറി. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വർഷം CUT എക്സാം എഴുതാൻ പോകുന്ന ആളുകൾ കറക്റ്റ് അപ്ഡേറ്റ് ചെയ്ത് വെക്കേണ്ട 3 കാര്യങ്ങളെ പറ്റിയാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. എന്തായാലും എക്സാം മെയ് മാസം നടക്കും. മെയ് മാസം എക്സാം നടക്കുകയാണെങ്കിൽ ഒരു സംശയം വേണ്ട. പിന്നെ ജനുവരി ഒരു ഫെബ്രുവരി എന്ത് ചെയ്യും, നിങ്ങളെ ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആവും. അതെങ്ങനെ കൊടുക്കണം, ഏത് രീതിയിൽ കൊടുക്കണം നമ്മൾ പറഞ്ഞിട്ടും അത് നിങ്ങൾ ടെൻഷൻ വേണ്ട. ആദ്യം നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടത്. ആദ്യത്തെ കാര്യം എന്ത് വേണം, ആധാർ കാർഡ് വേണം. ആധാർ കാർഡ് എങ്ങനെ വേണം, ആധാർ കാർഡ് ഷുഡ് ബി അപ്ഡേറ്റഡ് വിത്ത് ദ കറക്റ്റ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത് ആസ് പെർ ദ 10th സർട്ടിഫിക്കറ്റ്, ലേറ്റസ്റ്റ് ഫോട്ടോ ആൻഡ് ആധാർ അഡ്രസ് ആൻഡ് ദ ഫാദേഴ്സ് നെയിം. നിങ്ങളുടെ ആധാർ കാർഡ് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ആയിരിക്കണം. അപ്പോൾ ഇതുവരെ പഴയതാണ്, പഴയ ഫോട്ടോ. അപ്പോൾ എൻ്റെ ആധാർ കാർഡൊക്കെ ഞാനത് ഒരിക്കലും മനസ്സിലായില്ല. അപ്പോൾ ഞാൻ വളരെ ലേറ്റസ്റ്റ് ആണ് പോയി അപ്ഡേറ്റ് ചെയ്തത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ആധാറൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. നിങ്ങളുടെ അക്ഷയയിൽ പോയി കഴിഞ്ഞാൽ അപ്ഡേറ്റ് ആവും. നിങ്ങളുടെ SLC സർട്ടിഫിക്കറ്റ് പ്രകാരമാണ് നിങ്ങളുടെ അഡ്രസ്സ് അതുള്ളത്, നിങ്ങളുടെ അച്ഛൻ്റെ പേര് റെഡിയാണ്, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് റെഡിയാണ്, എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുക, കറക്റ്റ് റെഡിയാക്കി വെക്കുക. അല്ല അവസാനം അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ തെറ്റിക്കഴിഞ്ഞാൽ അയ്യോ അമ്മ അച്ഛനോ എന്ന് പറഞ്ഞ കാര്യമില്ല. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തെ കാര്യം UPID കാർഡ്. UPID കാർഡ് ആർക്കാടാ, നമ്മുടെ പിന്നെ എ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് അവർക്കുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് ഷുഡ് ബി വാലിഡ്, അപ്ഡേറ്റ് ആൻഡ് റിന്യൂ ആസ് പെർ റിക്വയർഡ്. ഇപ്പോൾ ചില ആളുകൾ വാലിഡ് ആയിരിക്കണം, പിന്നെ റിന്യൂവേഷൻ ചെയ്യാനുള്ള ചില കാര്യങ്ങൾ റിന്യൂ ചെയ്യണം ഇന്ന സമയത്ത് ടെസ്റ്റും കാര്യങ്ങളാണ്. അങ്ങനത്തെ ആൾക്കാരാണെങ്കിൽ ആ രീതിയിലും എന്ത് ചെയ്യുക, അതങ്ങ് ചെയ്ത് റെഡിയാക്കുക. മൂന്നാമത് നിങ്ങളുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ആണ്. അത് EWS എക്കണോമിക് വീക്കർ സെഷൻ ആണെങ്കിൽ SC ആണ്, ST ആണ്, OBC ആണ്. ആ കാറ്റഗറി പെടുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അതിൻ്റെ വാലിഡായ നമുക്കറിയാം, അതിന് എനിക്കൊന്ന് 6 മാസം അങ്ങനത്തെ എൻ്റെ ഒരു വാലിഡിറ്റി തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു പുതിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ എടുത്ത് റെഡിയാക്കി വെക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണുള്ളത്. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ NTIൻ്റെ വെബ്സൈറ്റിൽ അവൈലബിൾ. നിങ്ങൾ എപ്പോഴാണ് ഏത് സമയത്താണ് ഇതുമായി ബന്ധപ്പെട്ട രജിസ്ട്രേഷനും കാര്യങ്ങളും നടത്താനൊക്കെ വരും. അതുപോലെ തന്നെ നമ്മൾ എഡ്യൂപോയിന്റ് CUT ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വേഗം നിങ്ങളുടെ രജിസ്ട്രേഷൻ ഫോം നിങ്ങൾ ഫില്ല് ചെയ്ത് ബാച്ച് ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് CUT ഓൺലി ബാച്ച് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ബോർഡ് ബാച്ച് അതിൻ്റെ കൂടെ വരുന്നുണ്ട്. വളരെ രസകരമായി നമ്മളെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ CUT സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ CUT റിലേറ്റഡ് ഒരുപാട് വീഡിയോസ് ആൻഡ് പിന്നെ പരിപാടി നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും. സോ ചാനൽ ആദ്യമായി കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോ ഷെയർ കൊടുക്കുക. ആൻഡ് ഫോർ മോർ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന പിന്നെ ലിങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്താൽ മതി. നമ്മുടെ ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്തും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് ഡീറ്റെയിൽ ഇത് ക്ലിയർ ചെയ്ത് തരും. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. ഇനിയും എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ എൻ്റെ ഇൻസ്റ്റാ പേജ് നമ്മൾ CUT ഇൻസ്റ്റാ പേജ് ഉണ്ട്, എനിക്കൊരു ഇൻസ്റ്റാ പേജ് നിഹാൽ സാർ, അവിടെ ഒന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യും, നിങ്ങളുടെ സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ ഈ കാര്യങ്ങൾ നോട്ട് ചെയ്ത് നോക്കുക, കാര്യങ്ങളൊക്കെ വാലിഡ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് നോക്കുക. നമ്മൾ CUT പ്രിപ്പയർ ചെയ്യാനും പരീക്ഷ എഴുതാനും സമയമായിട്ടുണ്ട്. സോ താങ്ക് യു സോ മച്ച്, ബൈ.